പുതുമക്കാരായ നമുക്ക് വിവരം വളരെ കുറഞ്ഞു. അങ്ങനെയാകുമ്പോൾ റബീഉൽ അവ്വലിന്റെ ആഗമനം കണ്ട് ചെറിയ ചെറിയ ലഘുലേഖകളുമായി ചില ആളുകൾ വരും. അവർ നബിദിനത്തെ ആക്ഷേപിക്കും. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്നെ ആക്ഷേപിക്കും. അങ്ങനെ ശേഷിക്കുന്ന ജനങ്ങളിൽ ഉൾക്കൊണ്ടിട്ടുള്ള ഈമാനും കാലങ്ങൾ കഴിയും തോറും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പണ്ട് ഈ നഗറിന് നാമധേയം ചെയ്ത പ്രിയപ്പെട്ട മർഹൂം മൂസ ഹാജി ഉൾപ്പെടെ ഇവിടെയുള്ള എല്ലാ മുതലാളിമാരും കൂടി ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ അന്ന് പറഞ്ഞു കേട്ടത് 50,000 രൂപ ചെലവായി എന്നാണ്. ഇന്ന് അത് 25 ലക്ഷമായിരിക്കും. അങ്ങനെ എരമല്ലൂർ റിഫായി മുതൽ മൂസ ഹാജി തന്നെ മുന്നിൽ കൊടിയും പിടിച്ച് നമ്മുടെ പള്ളി വരെ, അല്ല എരമല്ലൂർ ജംഗ്ഷൻ മുതലാന്ന് തോന്നുന്നു, വലിയ റാലി നടത്തിയിട്ടുണ്ട്. അങ്ങനെ 1-2 കൊല്ലം നടന്നപ്പോ ചില ആളുകൾ ചോദിച്ചു, ഈ കാശ് കൊണ്ട് പെമ്പിള്ളേരെ കെട്ടിച്ചുകൂടെ എന്ന് ചോദിച്ചു. സുബ്ഹാനല്ലാഹ്, അതാണ് മസ്അല. അങ്ങനെയാ വരുന്നത്. ഈ കാശ് കൊണ്ട് പെൺകുട്ടികളെ കെട്ടിച്ചുകൂടെ? വേറെ കാശ് കൊണ്ടു പെൺകുട്ടികളെ കെട്ടിക്കുന്ന ആളാണ് അദ്ദേഹം. അങ്ങനെ ഒസ്വാസാക്കി നബിദിന ആഘോഷം ചുരുങ്ങി വരുന്നു. ഇതെല്ലാം മുസ്ലിം ഉമ്മത്തിന്റെ വിശ്വാസം കുറയുന്നു എന്നതിന്റെ അടയാളങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഏത് പള്ളികൾ പരിശോധിച്ചാലും എല്ലാ പള്ളികളിലും വലിയ വലിയ വരുമാന ശേഖരങ്ങളുണ്ട്. ഇപ്പൊ നമ്മുടെ ഹൈവേയിൽ കുറെ പള്ളികൾ പൊളിച്ചു, മതില് പൊളിച്ചു, കട പൊളിച്ചു, അല്ലേ? മടിയന്മാരായി ഞാൻ തൽക്കാലം പറയാണ്, വേണേ പിന്നെ ക്ഷമ ചോദിക്കാം. മടിയന്മാരായ പള്ളി കമ്മിറ്റിയിൽപ്പെട്ട ആളുകൾക്ക് ഇവിടെയല്ലേ, ഇവിടെ ഹൈവേയിലല്ലല്ലോ, പള്ളി അകത്തല്ലേ, അവർക്കൊക്കെ കോടികൾ കിട്ടി. നമ്മൾ തെക്കോട്ട് പോകുമ്പോ കണ്ടില്ലേ, റോഡ് സൈഡ് ഇങ്ങനെ മിന്നാമിനിയായിട്ട് പള്ളി നിൽക്കുന്നു. കോടികൾ അവർക്ക് കിട്ടി. അങ്ങനെ കിട്ടിയതും അല്ലാത്തതും മുൻ വരുമാനങ്ങളുള്ള പള്ളികളും ഒരു റമദാനു ശരീഫ് വന്നാൽ അവർ ജനങ്ങളെ ഉത്ബോധിപ്പിക്കാൻ ഒരു വഅദ് വെക്കുന്നില്ല. റബീഉൽ അവ്വൽ വന്നാൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹവും ഈമാനും വർദ്ധിപ്പിക്കാൻ ഒരു വഅദ് വെക്കുന്നില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ എളിയ ശബ്ദം കേൾക്കുന്ന നാം എല്ലാവരും, നമ്മളിൽ നല്ല നല്ല ആളുകൾ വന്ന് വാതുക്ക വരെ വന്നാൽ പിന്നെ അവർ മുമ്പോട്ടിരിക്കാൻ 2 ആൾ അവരെ കൂടെ പോകണം. അവരെടുത്ത് പൊക്കി ഇവിടെ കൊണ്ടുവന്നിരുത്താം. അങ്ങനെ എല്ലാ നിലക്കും കുറഞ്ഞ് ഞാൻ ഈ കൈയില്ലാത്ത കസേര വഴുതിനിടലില്ല. ആലപ്പുഴ എല്ലാവരും കൈയുള്ള കസേരയാണ്. ഇടക്ക് കോറിക്കാൻ വേണ്ടി ഈത്തപ്പഴവും ബിസ്ക്കറ്റൊക്കെ ഇങ്ങനെ വെച്ചു കൊടുക്കും. ഷുഗറുള്ള പാവങ്ങളൊക്കെ ഉണ്ടാവും. ജമാഅത്തായുള്ള നിസ്കാരം ഉടനെ നടത്തും. പിന്നെ ഒരു 2 മണിക്കൂർ വഅദ് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഒന്നുകിൽ നാം പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ അതിന് പ്രാപ്തരായ ഉസ്താദുമാരെ കൊണ്ടുവരും. ഇങ്ങനെ പൊതുജനത്തിന് വഅദുകൾ പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഈമാൻ ഇബ്ലീസ് ഉൾപ്പെട്ട ആളുകൾ പോക്കറ്റടിച്ചു കൊണ്ടുപോകും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചപ്പോൾ നെഞ്ചത്തിട്ടിടിച്ച് തലയിൽ മണ്ണ് വാരിയിട്ട് കൊണ്ട് ഓടി നടന്ന പ്രധാനപ്പെട്ട ഒരാളുണ്ട്. അയാളെപ്പോലെ തന്നെ നബിദിനവും നബിദിന മാസവും കരഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു ഖൗമുണ്ട്. അല്ലാഹു അവരെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ബിമൗലീദിഹി ഖദ്റന്ന ഇബ്ലീസു റന്നതൻ ഫസുഹഖൻ ലഹു മാദാ യുഫീദു റനീനുഹു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉദയം ചെയ്തു എന്ന് കേട്ടപ്പോൾ ഇബ്ലീസ് തലയിൽ മണ്ണ് വാരിയിട്ടു.
നെഞ്ചത്തിട്ടിടിച്ചു, അട്ടഹസിച്ച് കരഞ്ഞു. അല്ലാഹു അവന്റെ ശർറിൽ പെടാതെ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, കാത്തുരക്ഷിക്കുമാറാകട്ടെ. മൂളിയാൽ നമ്മുടെ മക്കളൊക്കെ തലതിരിച്ചു പോകും. ഒരു യാസീൻ നമുക്ക് കിട്ടാതെയാകും. നല്ലതുപോലെ ആമീൻ പറയേണ്ട ഒരു കാര്യമാണ്. ഫസുഹ്ഖൻ ലഹു, അവനാണ് സർവത്ര നാശവും. മാദാ യുഫീദു റനീനുഹു, അവന്റെ അട്ടഹാസവും പൊട്ടിക്കരച്ചിലും എന്ത് പ്രയോജനമാണ് ചെയ്തത്? ഒരു പ്രയോജനവും ചെയ്തിട്ടില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പെങ്ങന്മാരും പെണ്ണുങ്ങളുടെ കൂട്ടത്തിലുണ്ട്, ഉദുമുറിയുന്ന പെങ്ങന്മാരുമുണ്ട്. എല്ലാ പെങ്ങന്മാരും നിങ്ങളുടെ നേതാവ് സയ്യിദത്തുൻ നിസാ ഫാത്തിമ റളിയല്ലാഹു അൻഹാ, ആ മഹദി അവിടെ വന്നിട്ട് ഖബറിന്റെ പുറത്ത് നിന്ന് മണ്ണ് വാരി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിന്റെ അടുത്തുള്ള ഖബറിന്റെ ആ തിട്ടയിലുള്ള മണ്ണ് എന്റെ കൈവശവുമുണ്ട്. ആ മണ്ണ് വാരിയിട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞതാണ്, മാദാ അലാ മൻ ശമ്മ തുർബത അഹ്മദി അല്ലാ യശുമ്മ മദസ്സമാനി ഗവാലിയാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിന്റെ മുകളിലുള്ള മണ്ണുകൾ ചുംബിക്കാൻ കഴിഞ്ഞാൽ അതെന്തൊരു വലിയ ഭാഗ്യമാണ്. നീട്ടിപ്പറയാൻ സമയമില്ല, അതിന്റെ ബാക്കി വരികൾ കാണാം. ഇദാ മാത ഖൗമുൻ ഖല്ല വല്ലാഹി ദിക്റുഹു വദിക്റു അബീ വല്ലാഹി മുദ്മാത അസ്യദു. ഒരു വലിയ മനുഷ്യൻ മരണപ്പെട്ടാൽ, നമ്മുടെ വാപ്പയാകട്ടെ ഉമ്മയാകട്ടെ നമ്മുടെ നാട്ടിലെ വലിയ നേതാവാകട്ടെ, കാലങ്ങൾ കഴിയും തോറും അദ്ദേഹത്തെ കുറിച്ചുള്ള സ്മരണകളും പറച്ചിലുകളും കുറഞ്ഞു വരുന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വാക്കുകളാണ്, വദിക്റു അബീ, എന്നാൽ എന്റെ വന്യ പിതാവിന്റെ സ്മരണകൾ, എന്റെ വാപ്പയെക്കുറിച്ചുള്ള പറച്ചിലുകൾ, പ്രകീർത്തനങ്ങൾ മുദ്മാത അസിയദു, അവിടത്തെ വഫാത്ത് മുതൽ അത് വർദ്ധിച്ചു വരുന്നു. അപ്പൊ നമ്മൾ നിർത്താൻ വിചാരിച്ച നിൽക്കുവോ? ഇല്ല. നിർത്തിയാൽ നമുക്ക് നാശം എന്നല്ലാതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ ഒരിക്കലും ഇവിടെ കുറഞ്ഞു പോവുകയില്ല, പറയുന്ന ആളുകൾ കുറയുകയില്ല. നിങ്ങൾ സോഷ്യൽ മീഡിയയിലെ അറബി ചാനലുകളും അല്ലാത്തതും പരിശോധിച്ചു നോക്കൂ. അറബി ഫോട്ടോകൾ വരുമ്പോൾ അതൊന്ന് ഷെയർ ചെയ്ത് ഒന്ന് ജോയിന്റ് ചെയ്ത് നോക്കൂ. ലോകത്ത് നടക്കുന്ന മൗലിദിന്റെ പേരിൽ നടക്കുന്ന കോടാനക്കോടി ജനങ്ങളുടെ സന്തോഷങ്ങൾ നിങ്ങൾക്കതിൽ കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, പഠിച്ചു വെക്കാത്തതിന്റെ പേരിലും അറിവ് നമുക്ക് കുറഞ്ഞു പോയതിന്റെ പേരിലും നമുക്ക് സലാത്തിന് ശബ്ദമില്ല, നമുക്ക് ആമീന് ശബ്ദമില്ല. നമ്മുടെ അനുജന്മാർക്ക് കുറച്ചുകൂടി കുറയും, മക്കൾക്ക് അതിനേക്കാൾ കുറയും. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ ഒരു മൂളക്കം പോലും കേൾക്കാതെയാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ചന്ദിരൂരിനെയും വടുതലെയും അരൂരിനെയൊക്കെ അപേക്ഷിച്ച് എല്ലാവർക്കും അറിയുന്ന ആയത്താണ് ഞാൻ ഓതിയത്. ആയത്ത് എവിടെയുള്ളതാ? ഖുർആനിലുള്ളത്. പിന്നെ എവിടെയുള്ളത്? ബദർ മൗലിദിലുള്ളത്. മുഹമ്മദുർ റസൂലുള്ളാഹി. ഉറക്ക ഒരു സ്വലാത്ത്, മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ. എന്നെ മുൻപ് കേട്ടിട്ടുള്ള ആളുകൾക്കെല്ലാം അറിയാം, ഇവിടെയും പല സ്ഥലത്തും ഞാൻ ഈ ആയത്ത് പ്രസംഗിച്ചിട്ടുണ്ട്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടത്തോടൊപ്പമുള്ള സ്വഹാബത്തും അശിദ്ദാഉ അലൽ കുഫാരി കാഫിരീങ്ങളോട് കഠിനഹൃദയരാണ്. കാഫിരീങ്ങളോട് കഠിനഹൃദയരാണ്. സത്യനിഷേധികളോട് കഠിനഹൃദയം വേണം. റുഹമാഉ ബൈനഹും, അവർ പരസ്പരം വളരെ സ്നേഹത്തിൽ കഴിയുന്നവരാണ്. നമ്മളും പാടുന്നു ഈ ആയത്തിന്റെ അർത്ഥത്തിൽ അശിദ്ദാ അലൽ കുഫാരി റുഹമാഉ ബൈനഹും ഫളായിലുഹും തഅലൂ അലാ കുല്ലി റുതുബത്തി സ്വലാത്തുൻ വതസ്ലീമുൻ വഅസ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈരിൽ ബരിയത്തി. സത്യനിഷേധികളോട് കഠിനഹൃദയരും പരസ്പരം വളരെ സ്നേഹമുള്ളവരുമാണ്. ഖുർആൻ പറഞ്ഞു നിർത്തിയിട്ടില്ല. തറാഹും റുക്കഅൻ സുജ്ജദൻ, എപ്പോഴും നിസ്കരിക്കുന്നവരായിട്ടാണ് നബിയെയും സ്വഹാബത്തിനെയും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വറിദ്വാനാ, അല്ലാഹുവിന്റെ പ്രീതിയും അല്ലാഹുവിന്റെ തൃപ്തിയും കാംക്ഷിച്ചുകൊണ്ട് നിരന്തരം ഇബാദത്തിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സ്വഹാബത്തിനെയും നിങ്ങൾക്ക് കാണാൻ കഴിയും. സീമാഹും ഫീ വുജൂഹിഹിം മിൻ അഥരിസ് സുജൂദ്, അവരുടെ എല്ലാം മുഖത്ത് സുജൂദിന്റെ പ്രകാശമുണ്ടാകുന്നതാണ്. ഒരു മനുഷ്യന്റെ മുഖത്തുള്ള പ്രകാശം അല്ലാഹു തആല കൊടുക്കുന്നതാണ്. ഇത്തഖൂ ഫിറാസത്തൽ മുഅ്മിനി ഫഇന്നഹു യൻദുറു ബിനൂരില്ലാഹ്. ഒരു മുഅ്മിനിന്റെ മുഖത്ത് നോക്കി അസഭ്യം പറയരുത്, അവനെ ആക്ഷേപിക്കരുത്. ഒരു മുഅ്മിനായ മനുഷ്യന്റെ മുഖത്ത് അല്ലാഹു നൽകുന്ന പ്രകാശം അത് അല്ലാഹുവിന്റെ നൂറിൽ നിന്നുള്ളതാണ്. അത് നിങ്ങൾ സൂക്ഷിക്കണേ. ഖാല റസൂലുള്ളാഹി, അതെവിടുന്ന് വന്ന പ്രകാശമാണ്? ഇന്ന ഉമ്മത്തി യുദ്ഔന യൗമൽ ഖിയാമത്തി ഉർറൻ മുഹജ്ജലീന മിൻ ആഥാരിൽ വുളൂ. എന്റെ ഉമ്മത്തികളുടെ മുഖം വുളൂ ചെയ്ത കാരണം കൊണ്ട് പ്രകാശിക്കും. അങ്ങനെ വുളൂ നിസ്കാരങ്ങൾ കൊണ്ട് മുഖം പ്രകാശിച്ചവരെ എന്ന് ഖിയാമത്ത് നാളിൽ എന്റെ ഉമ്മത്തികളെ വിളിക്കപ്പെടുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. മുറക്ക ഒരു സ്വലാത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി. സീമാഹും ഫീ വുജൂഹിഹിം മിൻ അഥരിസ് സുജൂദ്. എന്താ പറഞ്ഞത്? സത്യനിഷേധികളോട് കഠിനഹൃദയരാണ്, പരസ്പരം വലിയ സ്നേഹത്തിലാണ്, നിരന്തരം നിസ്കരിക്കുന്നവരാണ്. നിസ്കാരത്തഴമ്പ് എന്നും പറയാം, നിസ്കാരം കൊണ്ടുള്ള വലിയ പ്രകാശം എന്നും പറയാം. ഇതെല്ലാം എന്റെ നബിക്കും സ്വഹാബത്തിനുമുണ്ടെന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയുന്ന മൗലിദാണ്. ദാലിക, ഈ പറഞ്ഞ അടയാളങ്ങൾ, മസലുഹും ഫിത്തൗറാ, ഇവരെ കുറിച്ച് ഇവരുടെ ആഗമനത്തിന്റെ മുമ്പ് തന്നെ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് ഞാൻ നൽകിയിട്ടുള്ള തൗറാത്തിൽ ഇവരെ കുറിച്ച് ഇങ്ങനെ വർണ്ണിച്ചിട്ടുണ്ട്. തൗറാത്ത് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ പറയും പഴയ നിയമം. മാറ്റിയാലും തിരുത്തിയാലും അവരങ്ങനെയാ പറയുന്നത്, പഴയ നിയമം. ആ പഴയ നിയമത്തിൽ വരാൻ പോകുന്ന ഈ മഹത്തുക്കളായ സ്വഹാബത്തിനെ കുറിച്ചും അവരുടെ ലീഡറായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചും ഇങ്ങനെ മദ്ഹ് ചെയ്തിരിക്കുന്നു, ഇങ്ങനെ വർണ്ണിച്ചിരിക്കുന്നു, ഇങ്ങനെ പ്രകീർത്തിച്ചിരിക്കുന്നു. വമസലുഹും ഫിൽ ഇൻജീലി, ഈസാ അലൈഹിസ്സലാമിന്റെ ഇൻജീലിൽ ഇവരെ പറ്റി പറഞ്ഞിട്ടുള്ളത് കസർഇൻ അഖ്റജ ശത്അഹു ഫആസറഹു ഫസ്തഗ്ലള ഫസ്തവാ അലാ സൂഖിഹി യുജിബു الزراع ലിയഗീദ ബിഹിമുൽ കുഫാർ. ചെറിയ വിത്ത് ഉപയോഗിച്ച്
ചെറിയ വളം ഉപയോഗിച്ച് ചെറിയ കാലം കൊണ്ട് ചെറിയ അധ്വാനം കൊണ്ട് സമ്പൽ സമൃദ്ധമായി ഒരു കൃഷിയെ ഒരാൾ ഉണ്ടാക്കിയെടുത്താൽ എല്ലാ കർഷകരും അത് കണ്ട് അത്ഭുതപ്പെടും, സന്തോഷിക്കും. അങ്ങനെയുള്ള ഒരു കൃഷി, ആ കൃഷി കണ്ടാൽ കർഷകർ തന്നെ ഞെട്ടിപ്പോകും. അങ്ങനെയുള്ള കൃഷിക്ക് സമാനമാണ് ലോകം മുഴുവനും ഒരാത്മീയ ഭരണം സ്ഥാപിച്ച ഉറക്കവര് സ്വലാത്ത് ചൊല്ലൂ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സ്വഹാബത്തിനെയും കുറിച്ച് ഇഞ്ചീലിൽ, ന്യൂ ടെസ്റ്റ്മെന്റിൽ, ബൈബിളിൽ മാറ്റിയാലും തിരുത്തിയാലും ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത് ഈ വലിയ കൃഷി പോലെയാണ് നബിയും സ്വഹാബത്തും എന്നാകുന്നു. വഅദല്ലാഹു അല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്തി മിൻഹും മഗ്ഫിറതൻ വഅജ്റൻ അദീമാ. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകളോട് നാം ഈ കാര്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു, വാഅദ ചെയ്യുന്നു. അവർക്കതുകൊണ്ട് മഗ്ഫിറത്ത് കിട്ടും, അവർക്ക് വലിയ പ്രതിഫലമുണ്ടാകുമെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. മുൻകാല ഗ്രന്ഥങ്ങൾ രണ്ടെണ്ണം ഖുർആൻ പറഞ്ഞതല്ല, എല്ലാ ഗ്രന്ഥങ്ങളിലുമുണ്ട്. മാമലത്ത് ഫത്റത്തും മിനർ റസൂലി ഇല്ലാ ബശറത് ഖൗമഹാ ബികൽ അംബിയാഉ. ലോകത്ത് വന്നുപോയ സുവിശേഷങ്ങളും ലോകത്ത് വന്നുപോയ ഗ്രന്ഥങ്ങളും ഏടുകളും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച്, ആ ജീവിതത്തെ കുറിച്ച് വലിയ വലിയ സന്തോഷ വാർത്ത ഇവിടെ അറിയിക്കാതെ കഴിഞ്ഞു പോയിട്ടില്ല. ഖുർആനിന്റെ ശേഷം പല ഗ്രന്ഥങ്ങളും ഇവിടെ വന്നിട്ടുണ്ട്, മറ്റ് മതസ്ഥരുടെ ഗ്രന്ഥങ്ങൾ വന്നിട്ടുണ്ട്, സാഹിത്യകാരന്മാര് പലതും എഴുതിയിട്ടുണ്ട്. നാരായണ ഗുരുവരെ എഴുതിയിട്ടുണ്ട്, വള്ളത്തോൾ നാരായണ മേനോൻ എഴുതിയിട്ടുണ്ട്. ചിരവൃദ്ധമാം തമസ്സകറ്റാൻ തരയിലേക്ക് ഈശ്വൻ നിയോഗിച്ച അഹർമുഖ പൊൻകതിർ പോലെ പൊന്നവൻ സൂര്യൻ മുഹമ്മദ്. ആ പേരിനിതാ നമശതം. വെട്ടിത്തിളങ്ങുന്ന അന്ത ശംസുൻ അന്ത ബദ്റുൻ അന്ത നൂറുൻ ഫൗഖ നൂരി അന്ത ഇക്സീറുൻ വഗാലി അന്ത മിസ്ബാഹുസ് സുദൂരി എന്ന് ലോകം മുഴുവനും പ്രശംസിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി വള്ളത്തോൾ പറയുന്നു. പറഞ്ഞപ്പോ അടുത്ത് നിന്ന് ചില മുസ്ലിമീങ്ങളൊക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ അദ്ദേഹത്തിന് പറയാൻ കിട്ടുന്നില്ല. അദ്ദേഹം എന്ത് ചെയ്തു? പേരിനിതാ നമശതം. ആ പേരിനെ ഞാനും 100 പ്രാവശ്യം നമിക്കുന്നു, ബഹുമാനിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. മുഹമ്മദിന്റെ തൃക്കഴുത്ത് വെട്ടണം, മഹാമതത്തിന്റെ മുരടറുക്കണം. ഇതാ നിൻ വാഴ്ത്താൻ നിൻ ദീനം കുടിയായികയായി അതിസിനിക്ത ഭക്തിരസത്തിൽ നിഷ്പദിച്ചു അല്ലാഹു എന്നൊരു ചെറുപദം മാത്രം അരുതിരുത്തിടായികേ ദുഷ്ടനീയേ. മണ്ണിൽ ദുരഹങ്കാരം നീതോ ശാന്തി ഗുണം, അറുകപടം നീതോ സാക്ഷാൽ സത്യം. മണ്ണിൽ കുളിച്ചോര് ഗജം കണക്കെ മന്നം നടന്നാഗ്രഹത്തിലെത്തി നിന്നച്ഛനെ കാത്തരുളാതിരിക്കില്ലല്ലാഹു പാഴിൽ കരയായിക കുഞ്ഞേ. ഇസ്ലാം അംഗീകരിച്ച ഗ്രന്ഥം തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ, ഫുർഖാനുൽ അദീം. ഈ മഹത് ഗ്രന്ഥങ്ങളിലും എല്ലാ ശ്ലോകങ്ങളിലും നാരായണ ഗുരുവിന്റെ വരികളിലും എല്ലാ സ്ഥലത്തും മാമലത്ത് ഫത്റത്തും മിനർ റസൂലി ഇല്ലാ ബശറത് ഖൗമഹാ ബികൽ അംബിയാഉ. അതാത് കാലങ്ങളിൽ വരുന്ന ചരിത്ര പുരുഷന്മാര് മുഴുവനും, അംബിയാക്കൾ മുഴുവനും, ഔലിയാക്കൾ മുഴുവനും, ഖദിർ നബി അലൈഹിസ്സലാം വരെ ഇന്ന് ശേഷിക്കുന്ന മഹത്തുക്കളെല്ലാം അവിടത്തെ പറ്റി പ്രകീർത്തിക്കാതെ പോയിട്ടില്ല, ജനങ്ങളോട് സന്തോഷ വാർത്ത പറയാതെ പോയിട്ടില്ല.
അപ്പൊ തൗറാത്തും ഇഞ്ചീലും ഇങ്ങനെ പ്രശംസിക്കുന്നു. ജനനത്തിന്റെ മുമ്പ്, വരുന്നതിന്റെ മുമ്പ് അവരെ കുറിച്ച് ഇത്രയും വർണ്ണിക്കുന്നതിന്റെ തഫ്സീറുകൾ നിങ്ങൾ നോക്കിയാൽ എങ്ങനെ വർണ്ണിക്കാൻ കഴിയുമെന്ന് നാം അത്ഭുതപ്പെട്ടു പോകും. അങ്ങനെ വരുമ്പോൾ അവർ വന്നു. ആര് വന്നു? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരു സലാത്ത് ഉറക്കച്ചൊല്ലി, പുറയിലൊന്നും സലാത്തേ ഇല്ല. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു. വന്നപ്പോൾ പറ്റാത്തത് ഇബ്ലീസിന് മാത്രമാണ്. അവരുടെ കക്ഷിയിൽ മെമ്പർഷിപ്പ് എടുത്ത ഏതാനും ആളുകൾക്കും നീരസമുണ്ട്. അല്ലാഹു അവർക്ക് ഹിദായത്ത് നൽകട്ടെ എന്ന ദുആ മാത്രമാണ് നമുക്കുള്ളത്. പ്രിയപ്പെട്ടവരെ, വന്നപ്പോൾ ഈ പറഞ്ഞതിലും കുറവായിട്ടാണോ വല്ലതും സംഭവിച്ചത്? ഈ പറഞ്ഞതിൽ നിന്ന്, ഈ മഹാത്മ്യം പറഞ്ഞതിൽ നിന്ന് തൗറാത്തും ഇഞ്ചീലും മറ്റു ഗ്രന്ഥങ്ങളും അവിടുത്തെ പരിചയപ്പെടുത്തിയതിൽ നിന്ന് എന്തെങ്കിലും കുറവ് ആർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലാ ഉലിദൽ ഹുദാ ഉലിദൽ ഹുദാ ഫൽ കായിനാതു ദിയാഉ വഫമു الزമാനി تبسم وثناء فإذا خطبت فللمنابر هزة تعلو الندي وللقلوب بكاء فإذا رحمت فأنت أم أبو هذان في الدنيا هما الرحماء. അല്ലാഹുവിന്റെ തിരുദൂതർ ഈ ലോകത്തേക്ക് വന്നപ്പോൾ ലോകം മുഴുവനും പ്രകാശിച്ചു. കാലഘട്ടത്തിന്റെ വായകൾ തബസ്സുമുൻ പുഞ്ചിരിച്ചു, അവിടത്തെ പ്രകീർത്തിച്ചു. ആര് നിഷേധിച്ചാലും ഫഇദാ ഖതബ്ത, നീ വഅദ് പറയുകയാണെങ്കിൽ, ഫലിൽ മനാബിരി ഹിസ്സത്തുൻ, നിന്റെ പ്രസംഗ പീഠത്തിന് എന്തെങ്കിലും ഒരു ഹരമുണ്ടാകണമോ, ഒരു ഞെട്ടലുണ്ടാകണമോ, ഹൃദയത്തിൽ ഒരു കരച്ചിലുണ്ടാകണമോ, ഒരു തേങ്ങൽ വരണമോ, ഒരു ഖശിയത്ത് ഉണ്ടാകണമോ? ഫഇദാ ഖതബ്ത ഫലിൽ മനാബിരി ഹിസ്സത്തുൻ തഅലു നദിയ വലിൽ ഖുലൂബി ബുകാഉ. ജനങ്ങളെ ചിന്തിപ്പിക്കാനും കരയാനും അവിടുത്തെ മധുഹുകളാകുന്നു. ഈ സുവിശേഷങ്ങൾ പ്രസ്താവിച്ചത്, പ്രവചിച്ചതനുസരിച്ച് അതിനേക്കാൾ 100,000 മടങ്ങ് പ്രാഗൽഭ്യത തെളിയിച്ചുകൊണ്ടാണ് ലോകത്തിന്റെ നേതാവ് ഇവിടെ വന്നത്. നിങ്ങൾ നോക്കൂ, എന്റെ പിതാവിന്റെ പേര് എനിക്കറിയാം, വല്യുപ്പയുടെ പേരറിയാം, 4 തലമുറ ഒരുപക്ഷെ ഞാൻ അറിഞ്ഞു വെക്കും. 20 പിതാമഹന്മാരുടെ പേര് ലോകം പഠിച്ചു സൂക്ഷിക്കുന്ന ഒരേ ഒരു വ്യക്തി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. അബൂഹു അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ് വഹാശിമുൻ അബ്ദു മനാഫിൻ മുന്തസിബ് കുസൈ കിലാബുൻ മുറത്തുൻ കഅബുൻ ലുഐ ഗാലിബ് ഫിഹ്റു മാലികുൻ നദുറുൻ നുഖൈ കിനാനത്തുൻ ഖുസൈമത്തുൻ വമുദ്രിക ഇല്യാസ് തുമ്മ മൂദറുൻ കുൻ മുദ്രിക നിസാറുഹും മുഅദ്ദുഹും മദ്നാനു തർതീബുഹും ആതാ ബിഹി തിബിയാനു. ഇതെനിക്ക് അറിഞ്ഞുകൂടല്ലോ എന്ന് ഏതെങ്കിലും വാപ്പമാരും വല്ലിപ്പമാരും നമ്മുടെ ഉപ്പാപ്പമാരും വിലപിക്കേണ്ടതില്ല. നമ്മുടെ മക്കളെ, പേരക്കുട്ടികളെ വിളിച്ച് 2 ചോക്ലേറ്റ് വാങ്ങിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പാപ്പമാരെ പേരൊന്ന് പറയൂ മക്കളെ എന്ന് ചോദിച്ചാൽ, നജ്മുൽ ഹുദയിൽ നിന്ന്, ഇർഷാദുൽ അത്ഫാലിൽ നിന്ന്, തഅലീമുൽ മദ്രസയിൽ നിന്ന് അവിടെ പഠിച്ച ചെറിയ ചെറിയ മക്കൾ ഈ 20 ഉപ്പാപ്പമാരുടെ പേര് പറഞ്ഞു തരും. ഈ സുവിശേഷങ്ങൾ അനുസരിച്ച് ഇവിടെ ജീവിച്ച്
ചരിത്രം സൃഷ്ടിച്ച് കുറഞ്ഞ കാലത്തെ കുറഞ്ഞ അധ്വാനം കൊണ്ട് കുറഞ്ഞ വിത്ത് കൊണ്ട് കുറഞ്ഞ അധ്വാനം കൊണ്ട് ഉണ്ടാക്കിയ സമ്പൽ സമൃദ്ധമായ കൃഷി എന്ന് പറയുന്നത് മശ്രിഖ് മുതൽ മഗ്രിബ് വരെ ലോകത്തുള്ള ജനങ്ങളെല്ലാം കൂട്ടിയിണക്കി ഒരു ഫോട്ടോ ഇല്ല, ഒരു വീഡിയോ ഇല്ല, ഒരു രൂപമില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ എല്ലാവരെയും ഹഠാതാകർഷിക്കുന്ന വലിയ ഈമാനുമായി ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചു കാണിച്ചു. ഒരാൾക്കും തർക്കമില്ല. അതിനുശേഷം പിന്നെ അവിടുത്തെ പ്രകീർത്തിച്ചുകൂടാ, അവിടുത്തെ മദ്ഹ് ചെയ്തുകൂടാ എന്ന് പറയുന്നവൻ അല്പം പോലും ഈമാൻ വിശ്വാസം ഖൽബിലില്ലാത്തവനാണ്. വള്ളത്തോൾ നാരായണമേനോന്റെ ഈമാൻ പോലും ഇല്ലാത്തവനാണ്. അല്ലാഹു അത്തരക്കാരുടെ കെണിവലയത്തിൽ പെട്ടുപോകാതെ അടിയങ്ങളെയും മക്കളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏതെങ്കിലും നിരീശ്വരവാദികളോ യുക്തിവാദികളോ തെറ്റിദ്ധരിച്ച് നോട്ടീസ് ഇറക്കി പുസ്തകം രചിച്ച് പത്രസമ്മേളനത്തിൽ പറഞ്ഞു കുറ്റം പറയുന്നുണ്ടെങ്കിൽ അതിന്റെ എല്ലാം ഉത്തരവാദി മുസ്ലിം നാമധാരികളായ വിഡ്ഢികളായ അല്പജ്ഞാനികളായ ഓരോരോ ഇസത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന ജാഹിലീങ്ങളാകുന്നു. അല്ലാഹു അവരുടെ ഷർറിൽ നിന്ന് ഈ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്താണ് മുഅ്മിനീങ്ങളുടെ വിശ്വാസം? എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്? ഈ പറഞ്ഞ പൂർവ്വ വേദങ്ങൾക്കും അപ്പുറം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് അന ദഅവത്തു അബി ഇബ്രാഹിം, ഞാൻ എന്റെ പിതാമഹനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനാ ഫലമാണ്. ഖാല വമിൻ ദുർരിയതി, ഈ ഉറക്ക സലാത്ത് എന്ന് പറഞ്ഞാൽ മാത്രം ചെല്ലിയാ പോരെ. എന്താ അതിന്റെ ഗുണം? സല്ലൂ സല്ലൂ അലൈഹി വർഫഉ അസ്വാതകും യഗ്ഫിർ ലക്കും മിൻ യൗമിക്കും ഖബ്ലൽ ഗദീ. നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ പോരാ, ഉറക്ക ചൊല്ലണേ. ഉറക്ക ചൊല്ലിയതുകൊണ്ട് നിങ്ങളുടെ പാപങ്ങൾ ദോഷങ്ങൾ ഈ മജ്ലിസിൽ വെച്ച് പൊറുക്കപ്പെടും, മാപ്പാക്കപ്പെടും. നാളത്തേക്ക് മാറ്റിവെക്കുന്നതല്ല. അല്ലാമാ മുഹമ്മദുൽ ഹദ്റമി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്വലാത്ത് ഉറക്ക ചൊല്ലുമ്പോൾ നമ്മുടെ ഓരോ രോമകൂപങ്ങളും എടുത്തു പിടിക്കും, ഓരോ കോശങ്ങളും സന്തോഷിക്കും, ഓരോ സ്ഥലങ്ങളിലും ഈമാൻ വികസിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള വിശ്വാസം, അവിടത്തോടുള്ള അങ്ങേയറ്റത്തെ ഇഷ്ടം, സ്നേഹം, മഹബ്ബത്ത് നമ്മുടെ ഖൽബിലില്ലെങ്കിൽ നമുക്കതുകൊണ്ടൊരു പ്രയോജനവുമില്ല. നിങ്ങൾ നോക്കൂ, ഹജ്ജിന് പോകുന്ന ഒരു മനുഷ്യൻ, മക്കത്തേക്ക് പോകുന്നൊരു മനുഷ്യൻ, മദീനത്തേക്ക് പോകുന്നൊരു മനുഷ്യൻ, ദുബായിലേക്ക് പോകുന്നൊരു മനുഷ്യൻ, ലോറിയിൽ അകപ്പെട്ട് വെള്ളത്തിൽ പോയി മരിച്ചു പോകുന്നൊരു മനുഷ്യൻ, അവനെ ആ മയ്യിത്തുകൾ എന്ത് വില കൊടുത്തും അവനവന്റെ വീട്ടുവളപ്പിൽ കൊണ്ടുവന്ന് ജനങ്ങളെ കാണിച്ച് പള്ളിയിലോ അവനവന്റെ ശ്മശാനങ്ങളിലോ അടക്കണം, അടക്കിയേ തീരൂ എന്നതല്ലേ ലോകത്തിന്റെ അഭിപ്രായം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് കൊണ്ട് ദുബൈയിൽ ജോലിക്ക് പോയി മരിച്ച ആളെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരും, റിയാദിൽ ജോലിക്ക് പോയി മരിച്ച ആളെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരും. മക്കയിലോ മദീനയിലോ ഒരു മുഅ്മിനായ മനുഷ്യൻ മരണപ്പെട്ടാൽ
അവന്റെ മയ്യിത്ത് തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുവന്ന ഒരു ചരിത്രം നിങ്ങൾക്ക് പറയാനുണ്ടോ? യാ റബ്ബി നജ്ജിനി മിൻ കുല്ലി ദീഖിൻ, എല്ലാ ഞെരുക്കങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ രക്ഷ നൽകണം. വ അൻത ഇലാഹുനാ മൗലൽ ജമീഇ, നീ ഞങ്ങളുടെ എല്ലാം ഇലാഹാണ് റബ്ബേ. ഫഹബിലി, നീ ഞങ്ങൾക്ക് മദീനത്ത് താമസിക്കുവാനും അവിടെ വല്ലതും ചുത്തടക്കുവാനും മാത്രവുമല്ല വദഫ്നൻ ബിൽ ബഖീഇ, പരിശുദ്ധമായ ജന്നത്തുൽ ബഖീൽ അടങ്ങുവാനും അവസരം നൽകണേ എന്നാണ് എല്ലാ ഹാജിയുടെയും എല്ലാ സിയാറത്ത് ചെയ്യുന്നവരുടെയും മദീനത്ത് പോകുന്നവരുടെയും ആഗ്രഹം. ഫഹബിലി ബിൽ മദീനത്തി മുസ്തഖറാ വറിസ്ഖൻ തുമ്മ ദഫ്നൻ ബിൽ ബഖീഇ. ഈ മഹത്തായ ആദർശവും വിശ്വാസവും മഹബ്ബത്തും മൻ അറാദ മിൻകും അൻ യമൂത ബിൽ മദീനത്തി ഫൽയമുത് ബിഹാ, നിങ്ങളിൽ ആർക്കെങ്കിലും മദീനയിൽ മരിക്കണോ അവിടെ മരിച്ചു കൊള്ളട്ടെ, അവർക്ക് എന്റെ ശുപാർശയുണ്ടെന്ന് പഠിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരു വിശ്വാസം ഇവിടെ ആർക്കാണുള്ളത്? ഈ വിശ്വാസത്തെ തകർക്കാൻ ആർക്കാണ് കഴിയുന്നത്? ഒരു വെള്ളപ്പൊക്കമുണ്ടായാൽ, ഒരു ദുരിതമുണ്ടായാൽ അതിന്റെ പേരിൽ അവിടത്തോടുള്ള സ്നേഹപ്രകടനങ്ങൾ അവസാനിപ്പിക്കണമെന്ന് പറയാനോ നിർത്തിവെക്കണമെന്ന് പറയാനോ ലോകത്ത് ആർക്കാണ് കഴിയുന്നത്? അല്ലാഹു നമ്മുടെ ഈമാൻ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരിമാർക്കും ഉമ്മമാർക്കും വേണ്ടി ചെറിയൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, ഞാൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആയുടെ ഫലമാണ്, ഞാൻ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്, എനിക്ക് ശേഷം അഹ്മദ് എന്ന് പേരുള്ള ഒരു നബി വരാനിരിക്കുന്നു. ആ നബിയെ കുറിച്ചുള്ള സന്തോഷ വാർത്ത പറയാനാണ് ഞാൻ വന്നതെന്ന് ഈസാ അലൈഹിസ്സലാം പറഞ്ഞ ആ എന്റെ സഹോദരന്റെ സന്തോഷ വാർത്തയാണ് ഞാൻ. വറുഇയാ ഉമ്മി അല്ലത്തി റഅത്, എന്റെ ഉമ്മ കണ്ട സ്വപ്നവുമാണ് ഞാനെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നാം ജനിക്കുന്നതിന്റെ മുമ്പ് നൂറ്റാണ്ടുകളല്ല, അതിനേക്കാൾ ആയിരക്കണക്കിന് സംവത്സരങ്ങൾക്ക് മുൻപ് ഇവിടെ മതഗ്രന്ഥങ്ങളിലൂടെ മഹാത്മാക്കളിലൂടെ പറഞ്ഞുകൊടുത്തിട്ടുള്ള ചരിത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ ജീവിച്ച് ജനങ്ങൾ പഠിച്ചു മനസ്സിലാക്കിയ ചരിത്ര പുരുഷനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതിനു പുറമെ അവിടുന്ന് പറഞ്ഞു, ഉമ്മി അല്ലത്തി റഅത്, എന്റെ ഉമ്മ കണ്ട സ്വപ്ന സാഫല്യവുമാണ് ഞാൻ. എന്റെ ഉമ്മമാരെ, 6 വയസ്സായപ്പോൾ ഉമ്മ മരണപ്പെട്ടു പോയി. ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ പിതാവ് മരണപ്പെട്ടു പോയി. ഹാദാ റസൂലുൻ യതീമുൻ സാനഹു ശറഫു മിൻ അജ്ലിഹി തുക്റമുൽ ഐതാമു വൽ ഫുഖറാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യതീമായി വലിയ ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ട് ജീവിച്ച ആളാണ്. അവിടുത്തെ കാരണം കൊണ്ടാണ് ലി അജ്ലി മിൻ അജ്ലിഹി തുക്റമുൽ ഐതാമു വൽ ഫുഖറാ, ഇവിടെ അനാഥ സംരക്ഷകരുണ്ടായത് അവിടുത്തെ കാരണം കൊണ്ടാണ്. പാവങ്ങളെ സംരക്ഷിക്കുന്നവർ വന്നത് അവിടുത്തെ കാരണം കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചരിത്രത്തിന്റെ ഗതകാലങ്ങൾ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രസവിക്കപ്പെട്ട സമയത്ത് അവിടുത്തെ ജദ്ദായ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു
പരിശുദ്ധമായ കഅബത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് കൊണ്ടുപോയി ആ കഅബത്തിന്റെ പരിസരത്ത് വെച്ചുകൊണ്ട് അവിടത്തെ കൊണ്ട് തവാഫ് ചെയ്ത് പാടിയ പാട്ട് പ്രസിദ്ധമാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടത്തെ സ്വഹീഹിൽ രണ്ടാമത് ഉദ്ധരിക്കുന്ന കവിതയാണ്. നിങ്ങളൊക്കെ ആലോചിച്ച് നോക്കൂ, ചെറിയ കുഞ്ഞാണ്, താരാട്ട് പാടുകയാണ്. എന്താണ് താരാട്ട്? വഅബിയളു യുസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിഹി ثمال اليتامى عصمة للأرامل يلوذ به الهلاك من آل هاشم فهم عنده في نعمة وفضائل. ഈ വെളുത്ത് പ്രകാശിക്കുന്ന കുഞ്ഞ് വഅബിയളു, ഈ വെളുത്ത് പ്രകാശിക്കുന്ന കുഞ്ഞ് യുസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിഹി, അവിടുത്തെ മുഖം കണ്ടാൽ ആകാശം മഴ വർഷിപ്പിക്കുമേ. സിമാലുൽ യതാമ, യതീം കുട്ടികളുടെ സംരക്ഷകരാകുന്നു ഈ കുഞ്ഞ്. വഇസ്മത്തുൻ ലിൽ അറാമിലി, വിധവകളായ ഭർത്താക്കന്മാരില്ലാത്ത പാവപ്പെട്ട പെണ്ണുങ്ങൾക്ക്, സ്ത്രീകൾക്ക് അത്താണിയാകുന്നു ഈ കുഞ്ഞെന്ന് അബ്ദുൽ മുത്തലിബ് പാടി. അത് കേട്ട് അബൂ താലിബ് തങ്ങളും പാടി. ഐസറു തഫാസീർ എന്ന അബൂബക്കർ ജസാഇരി പുതിയ പാർട്ടിക്കാർ അംഗീകരിക്കുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഐസറു തഫാസീരിൽ ഈ പദ്യങ്ങളുണ്ട്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അബ്ദുൽ മുത്തലിബ് കഅബത്തിന്റെ മുറ്റത്ത് വെച്ച് അവിടുത്തെ പൊടിക്കുഞ്ഞായ സമയത്ത് പാടിപ്പുകഴ്ത്തിയ ചരിത്രം പുത്തൻവാദികളായ ആളുകൾ അവരുടെ കിതാബിലെ എഴുതി വെച്ചിട്ടുണ്ട്. യലൂദു ബിഹിൽ ഹുല്ലാകു മിൻ ആലി ഹാഷിമി വഹും ഇൻദഹു ഫീ നിഅമത്തിൻ വഫദായിലി. നശിച്ചുപോയി പട്ടിണിപ്പാവങ്ങളായി മാറിയ ഖുറൈശി ഹാഷിമി കുടുംബത്തിലെ മഹദി മഹാത്മാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച് അവിടുത്തെ ബറക്കത്ത് കൊണ്ട് അവരൊക്കെ രക്ഷപ്പെട്ടു എന്ന് ചരിത്രം പറയുന്ന ആ പാട്ട്, ഹലീമ റളിയല്ലാഹു അൻഹയെ പറ്റി പറയുന്ന പാട്ട്, അവിടുത്തെ ആടിന്റെ അകിട് ചുരുത്തിയതും ആവശ്യാനുസരണം പാല് ലഭിച്ചതുമായ ചരിത്രം പറയുന്ന പാട്ട്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ചരിത്രത്തിന്റെ ഗതചരിത്രങ്ങളിൽ മുഴുവനും, ഗതകാല ഗ്രന്ഥങ്ങളിൽ മുഴുവനും ആലേഖനം ചെയ്യപ്പെട്ട നേതാവാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. അവിടുത്തെ ഉമ്മ ആമിന ബീബി റളിയല്ലാഹു അൻഹു വ ഉമ്മുഹു ആമിനത്തുസ് സഹരിയ അർദഅഹു ഹലീമത്തുസ് സഅദിയ. ആമിന ബീബി റളിയല്ലാഹു അൻഹ 5 വയസ്സ് മാത്രം കഴിഞ്ഞ ആ പൊന്നുമോനെ അബവാ എന്ന് പറയുന്ന സ്ഥലത്ത് മദീനയിലേക്ക് അമ്മാവന്മാരെ കാണാൻ പോയതാണ്. തിരിച്ചു വന്നതാ മദീനയുടെയും മക്കയുടെയും ഇടക്കുള്ള അബവാ എന്ന് പറയുന്ന സ്ഥലത്താണ് ആമിന ഉമ്മ റളിയല്ലാഹു അൻഹയുടെ ഖബർ. പ്രിയപ്പെട്ടവരെ, അവിടെ എത്തിയപ്പോൾ ഉമ്മക്ക് രോഗം മൂർച്ഛിച്ചു. അങ്ങനെ ഉമ്മു സമാഅ റളിയല്ലാഹു അൻഹ പറയുന്നു, ആമിന ബീവി റളിയല്ലാഹു അൻഹക്ക് രോഗം മൂർച്ഛിക്കുകയും ഞങ്ങളൊക്കെ നോക്കിയിരിക്കെ ആമിന ബീവി റളിയല്ലാഹു അൻഹ പാടുന്നു, ബാറക ഫീകല്ലാഹു മിൻ ഗുലാമി യബ്നല്ലദീ മിൻ ഹൗമത്തിൽ ഹൈമാമി. പൊന്നുമോനെ, പരിശുദ്ധ മക്കയിൽ ജനിച്ച പൊന്നുമോനെ, അല്ലാഹു മകനിൽ ബറക്കത്ത് ചെയ്യട്ടെ. നജാബി ഔനിൽ മലിക്കിൽ മിൻ ആമി ഫൂദി ഉദാത്തൽ ലർബി فودي ودات الضرب بالسهام من إبل ب100 من إبل سوام
ഇൻ സഹമാ അബ്സറതു ഫിൽ മനാമി. എന്റെ ഉമ്മ കണ്ട സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ് ഞാൻ. മകനെ, നിന്റെ തലയെടുക്കാൻ വേണ്ടി 100 ഒട്ടകം ഇനാം പ്രഖ്യാപിക്കുന്ന അവസരം ഇവിടെ ഉണ്ടാകുന്നതാണ് മകനെ. പ്രിയപ്പെട്ടവരെ, മഹദിയായ ആമിന ബീവി റളിയല്ലാഹു അൻഹ, അല്ലാഹു സുബ്ഹാനഹു വ തആല മഹദിക്ക് സ്വപ്നം കാണിച്ചതാണ്. ബിമിഅത്തിൻ മിൻ ഇബ്ലിൻ സവ്വാമി ഇൻ സഹമാ അബ്സറതു ഫിൽ മനാമി ഫഅന്ത മബ്ഊഥുൻ ഇലൽ അനാമി തുബ്അഥു ഫിൽ ഹില്ലി തുബ്അഥു ഫിൽ ഹില്ലി വഫിൽ ഹറാമി. ആമിന ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, മകനെ, അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു ജീവിക്കണം. അവിടുത്തെ തലയെടുക്കാൻ വേണ്ടി 100 ഒട്ടകം ഇനാം പറയുന്ന സുറാഖത്ത് പിന്നാലെ ഓടി വരുന്ന സംഭവം ഉണ്ടാകും. ആമിന ബീവി റളിയല്ലാഹു അൻഹ, പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ചൊല്ലി കണ്ണീരിൽ കുതിർന്ന മകനും കണ്ണീരിൽ കുതിർന്ന ഉമ്മയും അത് കേൾക്കുന്ന അവിടുത്തെ പരിചാരകളായ അവിടുത്തെ അടിമ സ്ത്രീകളായ ആ കൂട്ടുകാരികളും വാവിട്ട് കരയുമ്പോൾ മഹദിയായ ആമിന ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, കുല്ലു ഹയ്യിൻ മയ്യിത്തുൻ, ജനിച്ച എല്ലാവരും മരിച്ചു പോകും. വകുല്ലു ജദീദിൻ ബാൽ, എല്ലാ പുതിയതും നശിച്ചു പോകും. വകുല്ലു കബീരിൻ യഫ്നാ, എല്ലാ വലിയ ആളുകളും യഫ്നി, അവരൊക്കെ മരിച്ചു പോകും, നശിച്ചു പോകും. വഅന മയ്യിത്തുൻ, ഞാനും മരിക്കും മകനെ. വദിക്രി ബാക്കിൻ, എന്നെ കുറിച്ചുള്ള സ്മരണ ലോകത്ത് അവശേഷിക്കും. വഉമ്മുഹു ആമീനത്തു സഹരിയ അർളഅഹു ഹലീമത്തു സഅദിയ, ഞാനും മരിക്കും, എന്റെ സ്മരണ ലോകത്ത് അവശേഷിക്കും. വഖത്തറഖതു ഖൈറാ, ഞാൻ നല്ലൊരു മകനെയാണ് ഇവർക്ക് ശേഷിപ്പിച്ചു കൊണ്ടുപോകുന്നത്. വവലത്തു തുഹ്റാ, ഒരു പരിശുദ്ധാത്മാവായ നബിയാണ് നിങ്ങൾക്ക് ഞാൻ തന്നുകൊണ്ടുപോകുന്നതെന്ന് ചരിത്രത്തോട് നിങ്ങൾ പറയണമെന്ന് ഉമ്മു സമാഅത്തിന്റെ മാതാവായ വൃദ്ധയായ സഹോദരിയോട് ബഹുമാനപ്പെട്ട ആമിനത്തു സഹരിയ റളിയല്ലാഹു അൻഹ പറയുന്നത്. പ്രിയപ്പെട്ട ഉമ്മമാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രമാണ്, അവിടുത്തെ ബാല്യ കഥകളാണ്, അവിടുത്തെ യുവത്വത്തിന് കഥയുണ്ട്, അവിടുത്തെ വാർദ്ധക്യത്തിന് കഥയുണ്ട്. അവിടുത്തെ ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹയെ 40 വയസ്സുള്ള ഖദീജ ഉമ്മയെ 25 വയസ്സിൽ വിവാഹം ചെയ്ത കഥയുണ്ട്. 53 വയസ്സ് വരെ മറ്റൊരു ഭാര്യമാരെയും സ്വീകരിക്കാതെ ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹയിൽ മാത്രം ജീവിച്ച കഥയുണ്ട്. ഖദീജ ഉമ്മയുടെ കഥ എനിക്കും നിങ്ങൾക്കും പാഠമാകണം. നിങ്ങൾ സൗദിയെ പറ്റി ചോദിച്ചു നോക്ക്. സിയാറത്ത് അവർക്ക് ഇഷ്ടമല്ലായി കുറെ മുമ്പ് ഇഷ്ടമായിരുന്നു, ഇപ്പൊ വീണ്ടും ഇഷ്ടമായി വരുന്നുണ്ട്. അവിടെയും ഖദീജ ഉമ്മയുടെ പരിശുദ്ധമായ റൗളയുടെ പരിസരത്ത് ജനങ്ങൾക്ക് സിയാറത്തിനിരിക്കാൻ വേണ്ടി സ്ഥലമുണ്ട്. അവിടെ അതാ സിയാറത്തിന് പോകാനും ആ ഉമ്മയെ സന്ദർശിക്കുവാനും നമുക്കൊക്കെ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. 53 വയസ്സ് വരെ ഖദീജ ഉമ്മയാണ്. മറ്റൊരു ഭാര്യ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടില്ല. ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ പറയുന്നു, ما غرت أحدا من نساء النبي صلى الله عليه وسلم ما غرت على خديجة. ഖദീജ ഉമ്മയോട് ഇഷ്ടമുള്ളതുപോലെ നബിയുടെ ഭാര്യമാരിൽ ആരോടും എനിക്കിഷ്ടം തോന്നിയിട്ടില്ല. വമാ റഅയ്തുഹാ, ഖദീജ ഉമ്മ ഞാൻ കണ്ടിട്ട് പോലുമില്ല.
വലാകിൻ കാന യുക്തിറു ദിക്റഹാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഭാര്യയെ പറ്റി കൂടുതൽ കൂടുതൽ പറയുമായിരുന്നു. അന്നഹാ കാനത്ത് വകാനത്ത്, കേൾക്കണേ ഖദീജ, എന്റെ ഖദീജ അങ്ങനെയായിരുന്നു, എന്റെ ഖദീജ ഇങ്ങനെയായിരുന്നു. വകാന ലീ മിൻഹാ വലദുൻ, ആ മഹദിയിൽ നിന്നാണ് എനിക്ക് മക്കളുണ്ടായത്. വസബഅത്തുൻ ഔലാദുഹും ഖാസിമു സൈനബ് റുഖിയ ഫാത്തിമ യാ ഫാഹിമു وأم كلثوم وعبد الله من خديجة الكبرى بترتيب زكٍ. അവിടുത്തെ മക്കളായ മഹദി മഹാത്മാക്കളുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ഈ മജ്ലിസ് ഖബൂൽ ചെയ്യുമാറാകട്ടെ. അങ്ങനെ അവരിൽ നിന്നാണ് എനിക്ക് മക്കളുണ്ടായത് എന്ന് പറയുകയും ചിലപ്പോഴൊക്കെ ആട് അറുത്തുകൊണ്ട് അതിനെ പീസുകളാക്കി പൊതിഞ്ഞുകൊണ്ട് മരണപ്പെട്ടു പോയ അവിടത്തെ ഭാര്യയുടെ പേരിൽ അവിടത്തെ കൂട്ടുകാരികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആടിനെ അറുത്ത് പൊതിഞ്ഞ് ഖദീജ ഉമ്മയുടെ കൂട്ടുകാരികൾക്ക് കൊടുത്തേക്കലുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, മരണപ്പെട്ടു പോയവരോട് കാണിക്കേണ്ട മര്യാദ അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. മരണപ്പെട്ടു പോയ ആളുകളെ പറ്റി നല്ലത് പറയാൻ അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ദൂഷിപ്പ് പറയാൻ പഠിപ്പിച്ചിട്ടില്ല, ആക്ഷേപിക്കാൻ പഠിപ്പിച്ചിട്ടില്ല, അധിക്ഷേപിക്കാൻ പഠിപ്പിച്ചിട്ടില്ല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ലാ തസുബ്ബുൽ അംവാത ലാ തുഉദുൽ അഹിയാത ബിസബ്ബിൽ അംവാത് ലാ തുഉദുൽ അഹിയാ ബിസബ്ബിൽ അംവാത് ലാ തുഉദുൽ അഹിയാ ബിസബ്ബിൽ അംവാത്. മരിച്ചവരെ ആക്ഷേപിച്ചുകൊണ്ട് ജീവിച്ചിരിക്കുന്നവരെ നിങ്ങൾ കുറ്റം പറയരുതേ, ബുദ്ധിമുട്ടാക്കരുതേ. ഖാല റസൂലുള്ളാഹി. വളരെ ഗൗരവത്തോടുകൂടി നിങ്ങൾ ചിന്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാപിതാക്കൾ മുസ്ലിമീങ്ങളല്ലെന്ന് പറയുന്ന മുസ്ലിം നാമധാരികൾ ഇവിടെയുണ്ട് കേട്ടോ. ബിദ്അത്തിന്റെ ആളുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. അവരേത് പേരിൽ അറിയപ്പെട്ടാലും, അവരേത് പേരിൽ സ്കൂൾ നടത്തിയാലും, അവര് മദ്രസ നടത്തിയാലും, അവരിൽ പഠിക്കുന്ന, അങ്ങോട്ട് പഠിക്കാൻ വിടുന്ന കുട്ടികൾ മുഹമ്മദ് നബി നമ്മളെപ്പോലൊരു സാധാരണക്കാരനാണെന്ന് പഠിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാപിതാക്കൾ മുസ്ലിമീങ്ങളല്ലെന്ന് പഠിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാപിതാക്കൾ നരകത്തിലാണെന്ന് പഠിക്കുന്നു. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരു മദ്രസയിൽ സ്വന്തം മക്കളെ കൊല്ലാൻ കൊണ്ടുപോയാക്കുന്നതിനേക്കാൾ ഭയാനകരമാണ് ഇത്തരം ആശയങ്ങൾ പഠിച്ച് കാഫിറിനേക്കാൾ വലിയ കാഫിറായി പോകുന്ന അവസ്ഥയുണ്ടാകും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാമഹന്മാര് മുസ്ലിംകളല്ലാത്തവരില്ല, അവിടുത്തെ മക്കൾ മുസ്ലിംകളല്ലാത്തവരില്ല. ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ അഹ്ലൽ ബൈതി വയുതഹിറകും തത്ഹീറാ. നബിയേ, അങ്ങയുടെ കുടുംബത്തെ എല്ലാ അഴുക്കിൽ നിന്നും അല്ലാഹു തആല വലിയൊരു ശുദ്ധീകരണം നടത്തിയിരിക്കുന്നു. വതവക്കൽ അലൽ അസീസിർ റഹീം الذي يراك حين تقوم وتقلبك في الساجدين. അങ്ങയുടെ വരവിനെ സുജൂദിൽ കിടക്കുന്ന ആളുകളിലായിട്ടാണ് നാം കണ്ടിട്ടുള്ളത്. വതഖല്ലുബക ഫി സാജിദീന്റെ തഫ്സീർ നേരത്തെ ഞാൻ പറഞ്ഞ അബൂബക്കറുൽ ജസാഇരിയെ പോലെയുള്ള ആധുനിക പണ്ഡിതന്മാർ വരെ പറയുന്നു,
ഐ മിൻ സാജിദിൻ ഇലാ സാജിദിൻ, ഒരു സുജൂദ് ചെയ്യുന്ന വലിയിൽ നിന്ന് മറ്റൊരു വലിയിലേക്ക്, ഐ മിൻ നബിയിൻ ഇലാ നബിയിൻ, ഒരു നബിയിൽ നിന്ന് മറ്റൊരു നബിയിലേക്ക്, അങ്ങനെ നബിമാരുടെ പരമ്പര, ഔലിയാക്കളുടെ പരമ്പര, സുജൂദ് ചെയ്യുന്ന മഹത്തുക്കളുടെ പരമ്പര, അങ്ങനെ ഇലൽ അർഹാമി സക്കിയത്തി ത്വാഹിറ, ഇലൽ അർഹാമി സക്കിയത്തി ത്വാഹിറ, ഹത്താ അഖ്റജനി അല്ലാഹു മിൻ ബൈനി അബവയ്യ വലം യൽതഖിയാ അലാ സിഫാഹിൻ ഖത്തു. എന്റെ മാതാപിതാക്കൾ എനിക്ക് ജന്മം നൽകിയത് മുതൽ അബൂന അബുൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം വരെ അഴുക്കിന്റെ പരമ്പര, കുഫ്രിയത്തിന്റെ പരമ്പര, ശിർക്കിന്റെ പരമ്പര എന്നെ സ്പർശിച്ചിട്ടില്ല. ദീനി അബീകൽ ബർരി ഇബ്രാഹാമി വല്ലാഹു അൻഹാക അനിൽ അസ്നാമി. ആമിന റളിയല്ലാഹു അൻഹ പാടിയതുൾപ്പെടെ ഒരു ബിംബാരാധകരായ ധനസായ അഴുക്കായ ഇന്നമൽ മുശ്രികൂന നജസുൻ ആയ ഒരാളും തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരമ്പരയിൽ വന്നിട്ടില്ല. ബഹുദൈവ ആരാധനയുടെ അഴുക്കിന്റെ പരമ്പര എന്റെ ജനനത്തെ സ്പർശിച്ചിട്ടില്ല. വമാ വലദനി ഇല്ലാ നിക്കാഹുൽ ഇസ്ലാം, അതാത് കാലത്തെ ശർഅ അനുസരിച്ചുള്ള നിക്കാഹിലൂടെയാണ് അല്ലാഹു എനിക്ക് ജന്മം നൽകിയത്. മില്ലതുൻ ആദമ ഇലാ അൻ വലദനി അബീ വ ഉമ്മി ഔ കമാ ഖാല മുഹമ്മദുർ റസൂലുള്ളാഹി. എന്റെ മാതാപിതാക്കൾ എനിക്ക് ജന്മം നൽകുന്നതുവരെ എന്റെ ജനനത്തിൽ ഒരഴുക്ക് സംഭവിച്ചിട്ടില്ലെന്ന് പറയുമ്പോൾ ആദം അലൈഹിസ്സലാം മുതൽ ഇന്ന് നമ്മുടെ ഈ സ്റ്റേജിൽ വരാനിരിക്കുന്ന സയ്യിദന്മാർ വരെ ഈ നജസിനെ സ്പർശിച്ചിട്ടില്ലെന്ന് ഖുർആൻ പറയുമ്പോൾ എന്ന് ഖുർആൻ പറയുമ്പോൾ അതിന്റെ കോടാനകോടി പേജുകളുള്ള തഫ്സീറുകൾ വിവരിക്കുമ്പോൾ 35 പൈസയുടെ പുസ്തകവുമായി വന്ന് ഞങ്ങൾ പറയുന്നതാണ് ശരിയെന്ന് ഒരുത്തൻ, ഇസ്ലാം അറിയാത്തവൻ, ഈമാൻ അറിയാത്തവൻ, മുഖത്ത് നോക്കിയാൽ തന്നെ അറിയാം ഇവനെന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന്. എത്ര കറുത്ത ആളായാലും വെളുത്തായ ആളായാലും പുത്തൻ പ്രസ്ഥാനങ്ങളിൽ പെട്ടുപോയി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചീത്ത പറഞ്ഞു പോയി, അവന്റെ മുഖം നോക്കിയാൽ നമുക്കറിയാം അതിനൊരു ഇൽമ ആവശ്യമില്ല, ഈമാൻ മാത്രം മതി. എന്താടാ നീ ഇങ്ങനെ ഒരു വാവന് വിഴിഞ്ഞതുപോലെ ഇരിക്കുന്നത് എന്താ, ഒരു ഇഞ്ചു കടിച്ച കുരങ്ങിനെ പോലെ ഇരിക്കുന്നത് എന്താ നമ്മൾ ചോദിക്കുന്നില്ല. നിന്റെ മുഖം കാണുമ്പോ അങ്ങനെയാണല്ലോ, ഒരു വിരളിച്ച കാണുന്നു, ഈമാനില്ല, ഒരു രക്തമില്ലായ്മ കാണുന്നു. നിങ്ങൾക്കെല്ലാം അത് നോക്കാം. ഒരു പുത്തനാശയക്കാരൻ, അവനെ കണ്ടാൽ അവന്റെ മുഖത്ത് ഈമാനില്ല. എന്തുകൊണ്ട്? ലാ തുദുൽ അഹ്യാ ബിസബ്ബിൽ അംവാത്ത്. എന്റെ പിതാവ്, എന്റെ മാതാവ് ഒരു മോശക്കാരനും മോശക്കാരിയുമാണെങ്കിൽ അവർ മരിച്ചുപോയി അവരെ കുറ്റം പറഞ്ഞുകൊണ്ട് ജീവിച്ചിരിക്കുന്ന എന്നെ ആക്ഷേപിക്കാൻ പാടില്ലെന്നാണ് ഹദീസ് പഠിപ്പിക്കുന്നതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അഷ്റഫുൽ ഖൽഖായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് കുറ്റം പറയാൻ എങ്ങനെ കഴിയും? അവിടുത്തെ മാതാപിതാക്കളെ കുറ്റം പറഞ്ഞാൽ ആരാണ് വേദനിക്കുക? ഹബീബായ നബിയല്ലേ, ഹബീബായ തങ്ങളല്ലേ. അവിടുത്തെ കൽബ് വേദനിച്ചാൽ, അവിടുന്ന് വേദനയുണ്ടായാൽ, അവിടുത്തെ ഉമ്മയെപ്പറ്റി മുസ്ലിമല്ലെന്ന് പറഞ്ഞാൽ, അവിടുത്തെ വാപ്പയെപ്പറ്റി മുസ്ലിമല്ലെന്ന് പറഞ്ഞാൽ, നമ്മുടെ പള്ളിയിലുണ്ടായിരുന്നു മുമ്പൊരു ഉസ്താദ് വന്നിട്ടുണ്ട്, അദ്ദേഹം ആമിന ബീവിക്ക് റളിയല്ലാഹു അൻഹ ചൊല്ലിയപ്പോൾ
ഒരു ഉസ്താദ് മൗലിദ് ചൊല്ലി ആമിന വലദത്തു ഉമ്മുഹു ആമിന എന്ന് പറഞ്ഞപ്പോൾ റളിയല്ലാഹു അൻഹു ജനങ്ങൾ പറഞ്ഞു, ആ ജനങ്ങളാണ് സത്യം. അങ്ങനെ അദ്ദേഹം അതിനെതിരെ ക്ഷണിച്ചു. പ്രിയപ്പെട്ടവരെ, പിന്നെ കൊച്ചുവലി നൈന ഹാജി അതുപോലെയുള്ള പഴയ ആളുകൾ ഞങ്ങളെ പോലെയുള്ള മുതഅല്ലിമീങ്ങളെ സമീപിച്ചു. ഞങ്ങൾ റൂഹുൽ ബയാൻ കിതാബ് ഉൾപ്പെടെ കാണിച്ചു കൊടുത്തുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാപിതാക്കൾ സ്വർഗാവകാശികളാണെന്ന് കാണിച്ചു കൊടുത്തു. ഐഖന്തു അന്ന അബൻ നബി വ ഉമ്മഹു അഹ്യാഹുമർ റബ്ബുൽ കരീമുൽ ബാരി حتى إذا شهد بصدق رسالة صدق وهي كرامة المختار هذا الحديث ومن يقول بضعفه فهو الضعيف عن الحقيقة عاري. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹത്തുക്കൾ പറയുന്നു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാപിതാക്കൾ മുസ്ലിമീങ്ങളാണ്, അവർ സ്വർഗസ്ഥരാണ്, അവരാക്ഷേപിക്കാൻ പാടില്ല. തിരിച്ച് ആരെങ്കിലും പറഞ്ഞാൽ അതാണ് ഏറ്റവും ബലഹീനമായ അഭിപ്രായം, അവനെ തള്ളിക്കളയേണ്ടതാണ്. പ്രിയമുള്ളവരെ, ഇത്തരം മോശമായ വിശ്വാസങ്ങൾ ജനങ്ങളിൽ കുത്തിവെച്ചുകൊണ്ട് നടക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണേ, നമ്മുടെ മക്കളെ നമുക്കൊരു യാസീൻ ഓതാൻ കിട്ടാത്ത അവസ്ഥയിലേക്ക് അധപ്പതിപ്പിച്ച് പോകരുത്. ഉലമാഇനെ പിൻപറ്റണം, ആലിമീങ്ങളെ പിൻപറ്റണം. ഒരാൾ ഇന്നലെ വന്ന് അയാൾ ബുക്കുമായി വന്നാൽ അവന്റെ പിന്നാലെ അറിയാതെ കൂടിപ്പോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറ്റം പറയുന്ന സദസ്സിലിരുന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകും. നമ്മുടെ മുഖവും ഈമാനില്ലാത്ത മുഖമായി പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഒരു സലാത്തൊക്കെ ചൊല്ലി, ഒരു യാനബിയൊക്കെ ചൊല്ലി, പിന്നെ ആക്രമം ചെല്ലാനുണ്ട് ബുർദയുടെ ബാക്കി. ഇൻഷാ അല്ലാഹ് എല്ലാവരും, ഞാൻ അനസാജിയോട് പറഞ്ഞു, അദ്ദേഹം എറണാകുളം ഹബ്ബുർ റസൂലിനൊക്കെ വല്ലാതെ സഹകരിക്കുന്ന ആളാണ്. നമ്മുടെ അരൂരും വേണം. റാലി ഇപ്പൊ നടക്കാത്തത് ഹൈവേ കുറെ പണി നടക്കുന്നുണ്ടാ. എന്നാലും ചെറിയ ഹൈവേ കൂടി, നമ്മളിതും പഴയ ഹൈവേ ആണല്ലോ, ഒരു ഘോഷയാത്രയൊക്കെ നടത്താം ഇൻഷാ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയുന്ന ഒരു മജ്ലിസിൽ നിന്നും നാം പുറകോട്ട് പോകാൻ പാടില്ല, ഒരു തീരുമാനത്തിൽ നിന്നും പോകാൻ പാടില്ല. ആലപ്പുഴയിൽ ഇപ്രാവശ്യം ഒരാൾ കയറി പറഞ്ഞു, അവിടെ വയനാട്ടിൽ വെള്ളം പൊങ്ങിയില്ല, അതുകൊണ്ട് നബിദിന റാലി വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അതിന് എല്ലാ മഹല്ലിലും പോയിട്ട് തിരുത്തേണ്ടി വന്നു. പിന്നെ അങ്ങനെ ലജ്നത്തിനെ കൊണ്ട് റാലി നടത്തിച്ചത് തന്നെയാണ്. അപ്പൊ സാധാരണക്കാര് കുറച്ച് വെറുപ്പോടെ പറഞ്ഞാൽ ജാഹിലീങ്ങള് കൂടിയിട്ട് ഒരു തീരുമാനം എടുക്കാൻ പാടില്ല. അത് ആലിമീങ്ങൾ പറയുന്ന തീരുമാനം. ഇവിടെ കാണുന്ന മഹല്ല് ജമാഅത്തുകൾ, അതാണ് മുസ്ലിം ബോഡികൾ, ബാക്കിയൊക്കെ പുതിയതായി വന്ന സംഘടനകളെല്ലാം നല്ല സംഘടന എമ്പാടുമുണ്ട്, വളരെ ജനങ്ങളെ വഴിപിഴപ്പിക്കുന്ന സംഘടനയുമുണ്ട്. ദീനേതാണ്? നമ്മുടെ മഹല്ലുകളിൽ നടക്കുന്ന ഖബർ, സിയാറത്ത്, ദുആ, മൗലിദ്, സലാത്ത്, ഇതാണ് പഴയത്. അത് വിട്ട് ആരും പോകാൻ പാടില്ല. അതൊക്കെ തുടങ്ങിയിട്ട് നൂറ്റാണ്ടുകളായി. നമ്മുടെ വടുതലയിൽ നിന്നാണ് ബദർ മൗലിദ് അബ്ദുൽ അസീസ് വളപ്പിൽ റഹ്മത്തുള്ളാഹി അലൈഹി, ഷെയ്ഖ് അബ്ദുൽ അസീസ് വളപ്പിൽ മഹാനാണ് ബദർ മൗലിദ് ഉണ്ടാക്കിയത്. നമ്മുടെ നാട്ടിലെ പല ആളുകൾക്കും ബദർ മൗലിദിന്റെ ഹദീസ് വരെ കാണാതെ അറിയാം. അല്ലാഹു തആല അതിന്റെ ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഉണ്ടാക്കിയ സുബ്ഹാന മൗലിദ് ചുരുക്കി ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു നാട്ടിൽ വ്യാപകമായ രോഗങ്ങളും ശത്രുക്കളും ഉണ്ടായപ്പോഴാണ് മങ്കൂസ് മൗലിദ് ഉണ്ടാക്കിയത്. എല്ലാ വീട്ടിലും മങ്കൂസ് മൗലിദ് ഓതണം. എന്റെ വീട്ടിൽ ഇളയ മകള് ഐഷ ചിലപ്പോ ഓതും തോന്നണം, അവക്ക് തോന്നിയാല്. അപ്പൊ മുടങ്ങിപ്പോണ്ടാന്ന് വിചാരിച്ച് ഞാൻ രണ്ട് മുത്താലിമികൾ ഓതിയില്ലേ നിർത്തിയ
അങ്ങനെ മൗലിദുകൾ ഓതണം. നമുക്കറിയില്ലെങ്കിൽ ഒരു മുത്തഅല്ലിമിനെ വിളിച്ചിതാ, നമ്മുടെ മില്ലിയയിലെ ആവശ്യത്തിന് മുത്തഅല്ലിമ്, ജീലാനിപ്പള്ളിയിൽ ആവശ്യത്തിന് മുത്തഅല്ലിമുണ്ട്, വിളിച്ചോദിക്കണം. അങ്ങനെ നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. മൗലിദിനെ മദ്ഹ്, അവിടുത്തെ മദ്ഹ് പറയണം. ഉമർ ഖാദി റളിയല്ലാഹു അൻഹു ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു, അല്ലാഹുവിന്റെ റഹ്മത്തായ മുത്തനബിയെ കൊണ്ട് മുഅ്മിനീങ്ങൾ സന്തോഷിക്കണം എന്നായത്തിനെ ഹുബ്ബുൻ നബി വമദ്ഹുഹു ഖൈറുൽ അമൽ ഖൈറും മിമ്മാ യജ്മഊന എന്ന് ഖുർആൻ പറഞ്ഞപ്പോൾ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു ഖൈറും മിമ്മാ യജ്മഊന തഫ്സീർ ചെയ്ത് ഖൈറുൽ അമൽ, ഏറ്റവും നല്ല സമ്മേളനം, ഏറ്റവും നല്ല ആൾക്കൂട്ടം, ഏറ്റവും നല്ല ഒരുമിച്ചുകൂടൽ നബിദിനത്തിന്റെ പേരിൽ, മുത്തുനബിയുടെ പേരിൽ ഉള്ളതാണ് എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നു. വഅസൽ ഇലാഹു ബിഹി യുബല്ലിഗുൽ അമൽ, തീർച്ചയായും അല്ലാഹു തആല അതുകൊണ്ട് അവന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുകയും വലഹു ബിനൈലി ശഫാഅത്തിൻ ത്വാഹ കഫൽ ഇൻദൽ ഇലാഹി മുനഅമൻ തൻഈമ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുവിന്റെ തിരുദൂതരുടെ ശഫാഅത്ത്, എന്റെ ശഫാഅത്ത് അവർക്കുണ്ടാകുമെന്ന് അവിടുന്ന് ഏറ്റുപറഞ്ഞിട്ടുള്ളതാണെന്ന് ഉമർ ഖാദി പഠിപ്പിക്കുമ്പോൾ അതിനേക്കാൾ വലിയ ദീൻ നമുക്ക് ഇല്ല. അതിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ വാപ്പമാര് ഉപ്പാപ്പമാര് ഇവിടെ കാണിച്ചു തന്ന മൗലിദും റാത്തീബും കുത്തുബിയത്തും എല്ലാം നമ്മുടെ വീടുകളിൽ നിലനിൽക്കണം. ഒരു മൗലവി പറഞ്ഞില്ലേ, കുത്തുബിയത്ത് ചെല്ലുന്ന പള്ളികളിൽ ഉള്ള ഇമാമുകളെല്ലാം പൂജാരികളും പള്ളികൾ അമ്പലങ്ങളുമാണ്. അല്ലാഹു അയാൾക്ക് സ്ഥിരബുദ്ധി കൊടുക്കുമാറാകട്ടെ. അയാൾക്ക് വലിയ രോഗമാണ് ചുഴലി, വലിയ രോഗമാണ് അപസ്മാരം. ആ രോഗത്തെ തൊട്ടെല്ലാം അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അയാൾ ഒരു മൊയിലേരല്ല എന്നുള്ളത് ഇവിടുത്തെ മൊയിലേക്കുമാർക്കെല്ലാം അറിയാം. അയാളെ ഞാൻ എറണാകുളം ഒരു കണ്ടന്തറ മഹലിൽ അവിടുത്തെ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ ഹാജി, ദക്ഷിണ കേരള ജമിയത്തുലമയുടെ വലിയ പ്രവർത്തകനാണ്, സയ്യിദ് മുഹമ്മദ് ഖാസിമി അവിടുത്തെ ഇമാമാണ്. അവര് 4-5 കൊല്ലം എന്നെ വിളിച്ചു, എന്തിനാണ് ഇയാൾക്ക് മറുപടി പറയാൻ, ഇയാൾ ഇങ്ങനെ കുറെ പൊട്ടത്തരങ്ങൾ വന്ന് അവിടെ പ്രസംഗിച്ചു പോയിട്ട്. അപ്പൊ ഞാൻ അയാളോട് ചോദിച്ച ഒരു കാര്യം ഇതാണ്, അയാളൊരു ആലിമാണെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ള ആളുകളുടെ മുന്നിൽ 10 കിതാബിലെ മുത്തഫരിദിന്റെ ഒരു പേജ് അർത്ഥം പറഞ്ഞു തന്നാൽ ഞങ്ങൾ അയാൾ അംഗീകരിക്കാം. 5 ദിവസം 2 മണിക്കൂറാണ് വലിയ വാള്, വലിയ സഹസൊക്കെ ഇവിടെയൊക്കെ നമ്മൾ അറിയാതെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളെ പോലത്തെ മുത്തഅല്ലിമീങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് 5 ദിവസത്തിൽ കൂടുതൽ വാള് പറയാൻ കഴിയുമോ എന്ന് ചോദിച്ചു. വേറെ കാര്യം ചോദിച്ചാൽ ഞാൻ ഇവിടെ പറയുന്നില്ല. ഇന്ന് വരെ അയാൾ മറുപടി പറഞ്ഞിട്ടില്ല, പിന്നെ അവിടെ പ്രസംഗിക്കാനും വന്നിട്ടില്ല. നമ്മുടെ ഉമ്മമാര് അടുക്കളയിൽ മെനക്കെട്ട് ഉണ്ടാക്കിയ പത്തിരിയും കോഴിയും തിന്ന് തടിച്ചു കൊഴുത്ത് ലെവലില്ലാതെ താടിയുടെ നീളം കണ്ടിട്ട് ഞാൻ തന്നെയാണ് വലിയ ഹോജ എന്ന് വിചാരിക്കുന്ന പടുജാഹിലീങ്ങളും ലോകത്തുണ്ട്. അതിലൊന്നും നമ്മൾ വീണുപോകാൻ പാടില്ല. നമ്മുടെ മശായിഖന്മാർ ശൈഖുന അബ്ദുൽ കരീം മുസ്ലിയാർ റഹ്മത്തുള്ളാഹി അലൈഹി, അബ്ദുൽ മജീദ് ഉസ്താദ് റഹ്മത്തുള്ളാഹി അലൈഹി, പള്ളത്തിൽ അമ്മു മുസ്ലിയാർ റഹ്മത്തുള്ളാഹി അലൈഹി, അമ്മുക്കാരി മുസ്ലിയാർ റഹ്മത്തുള്ളാഹി അലൈഹി, വടുതല മൂസ മുസ്ലിയാർ റഹ്മത്തുള്ളാഹി അലൈഹി, കുഞ്ഞുബാവ മുസ്ലിയാർ റഹ്മത്തുള്ളാഹി അലൈഹി, മൺമറഞ്ഞു പോയ മഹത്തുക്കൾ ഇവിടെ കാണിച്ചു എന്ന ചര്യ അനുസരിച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചാൽ മതി. പുതിയതൊന്നും കൂട്ടിക്കടത്താൻ നിൽക്കരുത്. അലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീന തമസ്സകൂ ബിഹാ വഅദ്ദു അലൈഹാ ബിന്നവാജിദ്. ആ സുന്നത്തുകൾ നിങ്ങൾ മുറുകെ പിടിക്കണം. നിങ്ങൾ അത് അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം. എന്താ ആലാത്ത് വേറെ അണപ്പല്ലിനോട് കടിച്ചു പിടിക്കും. ചിക്കൻ പൊരിച്ച് കടിച്ചാൽ തന്നെ അണപ്പല്ല് പറഞ്ഞു പോരും, മുൻപല്ല് പറഞ്ഞു പോരും. ഒരാളുടെ ജീവിത അവസാനം വരെ അദ്ദേഹത്തിന്റെ വായിൽ ശേഷിക്കാൻ സാധ്യതയുള്ള പല്ലേതാ? അണപ്പല്ലാണ് അല്ലേ? ഇവിടെ ഒരെണ്ണം കാണും, വല്ല ഇടങ്ങേറോ അത് മാത്രമായ പിന്നെ കൊണ്ടുപോയി സെറ്റ് പല്ല്. അപ്പൊ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കാന്ന് പറഞ്ഞാൽ
നിങ്ങളുടെ ജീവിതാവസാനം വരെ ഈ ആശയം നിങ്ങൾ കടിച്ചു പിടിക്കണം. ഇയ്യാക്കും വ ഇയ്യാഹും, നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങളുടെ ഈമാൻ അടിച്ചു കൊണ്ടുപോകാൻ വരുന്ന കള്ളന്മാരെയും നിങ്ങൾ സൂക്ഷിക്കണമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. നിങ്ങളൊക്കെ മൊയ്‌ലിയക്കന്മാരായിട്ട് നടന്ന് ആലപ്പുഴ പോയി ദീനുണ്ടാക്കിയല്ലോ, ഞങ്ങളോട് പറഞ്ഞില്ല എന്ന് ആരും പറയരുത്. പറഞ്ഞു തന്നിട്ടുണ്ട്. പറയാൻ പഠിച്ച കാലം മുതൽ ഞാൻ പറയുന്നുണ്ട്. എന്റെ പറച്ചിൽ ഓവറാണെന്ന് പറയുന്ന ആളുകളുമുണ്ട്. അതൊന്നും ഓവറല്ല. ഖുർആനിൽ ഉള്ളതാണ്, സുന്നത്തിൽ ഉള്ളതാണ്. നാം വരെ ജീവിച്ച് കാണിച്ചു തന്ന നമ്മുടെ പിതാമഹന്മാർ അവരുടെ ദീനാണിത്. ആ ദീൻ എവിടുന്ന് കിട്ടി? സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും കൊടുങ്ങല്ലൂരിൽ നിന്ന് അവിടുന്ന് കിട്ടി. അതിന്റെ അവരെ അംഗീകരിക്കാത്ത, ആ പരമ്പര അംഗീകരിക്കാത്ത ആര് വന്നാലും അത് ദീനല്ല, അത് അവരുടെ അഭിപ്രായമാണ്. അത് അവർ അടുക്കളയിൽ പോയി പറയേണ്ടതാണ്, തള്ളിക്കളയേണ്ടതാണ്. ദീനായി അംഗീകരിക്കാൻ നിവൃത്തിയില്ല. ഇതിവിടുത്തെ പൊതുജനങ്ങൾ, പാവപ്പെട്ട മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് കാശ് പോയാൽ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കാം, കമ്പനി തകർന്നാൽ കമ്പനി ഉണ്ടാക്കാം. മക്കൾ മരിച്ചു പോയാൽ അടുത്ത മക്കൾ അല്ലാഹു തആല നൽകും. അതേ സമയത്ത് നാം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹി എന്ന് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ വിശ്വസിച്ച് അതിനുവേണ്ടി നിസ്കരിച്ച് അതിനുവേണ്ടി ഇബാദത്ത് ചെയ്ത് അതുകൊണ്ട് നമുക്കൊരു പ്രകാശപൂരിതമായ മുഖം അല്ലാഹു തന്ന് ജനങ്ങളൊക്കെ നമ്മളെ സ്നേഹിച്ച് നമ്മളോട് സഹകരിച്ച്, പ്രിയപ്പെട്ടവരെ, ഈ ഈമാൻ ഒരു കള്ളൻ അടിച്ചു കൊണ്ടുപോകാൻ വരുമോ ഇല്ലേ എന്ന് നിങ്ങൾ സൂക്ഷിക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ താക്കീതാണ്, ലാ അഖ്ശ അലൈക്കും അൻ തുശ്രികൂ, നിങ്ങൾ മുശ്രിക്കായി പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നില്ല. മുഅ്മിനീങ്ങളെ മുശ്രിക്കാക്കുന്ന ആളുകൾ ഇവിടെയുണ്ട്. ഹജ്ജിന് പോകുന്ന സമയത്ത് 40 ലക്ഷം പേര് ഹജ്ജ് ചെയ്തു. അതിൽ 35 ലക്ഷവും മുശ്രിക്കീങ്ങളാണ്, കാഫിരീങ്ങളാണ്. 5 ലക്ഷം മാത്രമേ മുസ്ലിംകൾ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പ്രസംഗിക്കുന്ന മുജാഹിദ് മൗലവിമാരുണ്ട്. നാം ഇതൊക്കെ കണ്ടില്ലെന്ന് നടിക്കരുത്. നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോയാൽ ഒരു കമ്പനിയിൽ നിന്നും അത് രണ്ടാമത് പുനഃസ്ഥാപിക്കാൻ സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി നമ്മൾ മദ്ഹ് പറയുന്നത് കൊണ്ടും അവിടത്തേക്ക് ഖദീജ ഉമ്മക്ക് ഇറച്ചി വിതരണം ചെയ്തു കൊടുത്തതുപോലെ നാം ചോറ് വെക്കുന്നതും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നതെല്ലാം ഖുർആനികമാണ്, ഹദീസിൽ പഠിപ്പിച്ചതാണ്. വഇദാ ഹദറൽ ഖിസ്മത ഉലുൽ ഖുർബ വൽ യതാമ വൽ മസാകീൻ ഫർസുഖൂഹും മിൻഹു വഖൂലൂ ലഹും ഖൗലൻ മഅറൂഫ. ജനങ്ങൾക്ക്, മരിച്ച ആളുകൾക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കണം, നല്ലത് പറയണമെന്ന് ഖുർആൻ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാവരും എഴുന്നേറ്റ് നിന്ന് യാ അക്രമ ചൊല്ലി ദുആ ചെയ്ത് നമുക്ക് ഇൻഷാ അല്ലാഹ് നേർച്ചപ്പങ്കും വാങ്ങി വീടുകളിലേക്ക് പോകണം. ഇനിയും ഇതിനേക്കാൾ നല്ല രൂപത്തിൽ നല്ല മൗലിദുകൾ സംഘടിപ്പിക്കാൻ ഹുസൈൻ മദനിക്കും അതുപോലെ ശുക്കൂറിനും നമുക്കെല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ.